നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ PV അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. അൻവറിന് പരസ്യ പിന്തുണയുമായി മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായത്. അൻവർ നിലമ്പൂരിൽ നിർണായക ശക്തിയാണെന്നും UDF ഒപ്പം കൂട്ടണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് ഉചിതമല്ലെന്ന് K സുധാകരൻ വ്യക്തമാക്കി. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് ആദ്യം നിലപാട് പറയേണ്ടതെന്ന് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നിലപാടാണ് താൻ പറഞ്ഞതെന്നും VD സതീശൻ പറഞ്ഞു. ഇതോടെയാണ് അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ VD സതീശനും K സുധാകരനും രണ്ട് തട്ടിലായത്. PV അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന നിലപാടാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും സ്വീകരിച്ചത്. PV അൻവറുമായി സംസാരിച്ചു. ശുഭകരമായ തീരുമാനത്തിലെത്തും. LDFിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് നിർത്തും. ഒരു ഘടകകക്ഷി മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. താൻ പറയുന്നതും പ്രതിപക്ഷ നേതാവ് പറയുന്നതും ഒരേ കാര്യമാണ്. അന്തിമ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ UDF ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചില കാലതാമസം സ്വാഭാവികമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം അൻവറിനെ പൂർണ്ണമായും തള്ളിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയത്. അൻവർ UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സണ്ണി ജോസഫ് രൂക്ഷ ഭാഷയിൽ കുറ്റപ്പെടുത്തി. UDFിന്റെ നയങ്ങളോട് അൻവർ യോജിക്കണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വമാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിച്ചില്ല. ഞാനും പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഒറ്റ പേരിലെത്തി. അത് AICC പരിശോധിച്ച് പരിഗണിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDFിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളും പാർട്ടിയും അതിനോട് പരസ്യമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. അൻവറിനെ ചൊല്ലി തർക്കം രൂക്ഷമായതോടെ വിഷയത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ്. അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്ത ആർക്കുമില്ലെന്നും സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അൻവറിനെ മോശമാക്കണമെന്ന ചിന്ത ആർക്കുമില്ല. ആശയവിനിമയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഇക്കാര്യം KPCC നേതൃത്വവുമായി ചർച്ച ചെയ്യും, KC വേണുഗോപാൽ വ്യക്തമാക്കി. നേരത്തെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് PV അൻവർ രംഗത്തെത്തിയിരുന്നു. ഇനി UDFിന്റെ കാലു പിടിക്കാനില്ലെന്നും കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുതെന്നും അൻവർ പറഞ്ഞു. തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തവർ ഇപ്പോൾ ചെളിവാരി എറിയുന്നു. താൻ ധിക്കാരിയാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അൻവർ തുറന്നടിച്ചു. KC വേണുഗോപാലിലാണ് തൻ്റെ പ്രതീക്ഷയെന്നും അൻവർ പറഞ്ഞു. PV അൻവറിനിപ്പോൾ നഗ്നനായി തെരുവിലൂടെ ഓടുന്നൊരവസ്ഥയാണ്. നിലമ്പൂരിൻ്റെ ഭാവി എന്താവും? നിലമ്പൂരിൽ ആര് തൂക്കും? CPMന്റെ സ്ഥാനാർത്ഥി ആരാകും? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.